Hi students, I am Ansi Abraham, Assistant Professor of Don Bosco College, Kottayam. Today we are going to discuss about what is e-payment system and what are the characteristics of e-payment system. First one is e-payment system. E-payment system is also known as electronic payment system. Electronic payment system is a way of paying for a goods or services electronically instead of using cash or a check or in person. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സർവീസുകൾക്ക് ക്യാഷായിട്ടോ ചെക്കായിട്ടോ അല്ലാതെ ഓൺലൈനായി ക്യാഷ് കൈമാറുന്നതിനെയാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ബെസ്റ്റ് എക്സാമ്പിളാണ് പേപാൽ, ഗൂഗിൾ പേ, ക്രെഡിറ്റ് കാർഡ്, ഫോൺ പേ എക്സെട്ര. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഹ്യൂമൻ ലൈഫ്. ഈ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഫാക്ടറായി മാറിയിരിക്കുന്നു. Some applications of e-payment systems are banking, retail, entertainment, government sector, health, online shopping, etc. So that we can say e-payment system is a system that is to be transfer money over the internet. Then going to what are the characteristics of e-payment system. First one is security, second one reliability, third one scalability, fourth one anonymity, fifth one acceptability, sixth one customer base, seventh one flexibility, eighth one convertibility, ninth one efficiency, 10th one ease of integration, 11th one ease of use. These are the main characteristics of electronic payment system. ഇനി അതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സെക്യൂരിറ്റി. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് പണമിടപാടുകൾക്ക് വേണ്ടിയാണെന്ന് നാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ സൈബർ ക്രൈംസ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കുറഞ്ഞ നെറ്റ്വർക്ക്സ് ആണ് ഈ പേയ്മെൻറ്റിന് ഉപയോഗിക്കുന്നതെങ്കിൽ ഹാക്കേഴ്സിന് ഈസി ആയിട്ട് ക്രൈംസ് നടത്താൻ സാധിക്കും. ആയതിനാൽ ഹൈ ക്വാളിറ്റി ഉള്ള നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് വേണം പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നാം ഉപയോഗിക്കാൻ. കസ്റ്റമേഴ്സ് മേ ലൂസ് ട്രസ്റ്റ് ഓൺ ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഇഫ് ദെയർ ഈസ് എ ലാക്ക് ഓഫ് സെക്യൂരിറ്റി. അടുത്തത് റിലയബിലിറ്റി. ഒരു അറ്റാക്ക് ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഡിസൈൻ കൊണ്ടുള്ള ഫോൾട്ടോ അല്ലെങ്കിൽ ടെക്നോളജി കൊണ്ടുള്ള ഫോൾട്ടോ കാരണമാണെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റം നമ്മൾ റിലയബിൾ ആണെന്ന് പറയില്ല. ഈ പ്രോബ്ലംസ് ഒന്നും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ഇല്ല എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ എന്താണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം റിലയബിൾ ആണെന്ന്. ഇങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തതും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തായിരിക്കണം സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അടുത്തത് സ്കെയിലബിലിറ്റി. ഇ കൊമേഴ്സ് വളരുന്നതനുസരിച്ച് ഇ പേയ്മെൻറ്റ് സർവീസുകളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഈയൊരു സാഹചര്യത്തിൽ എത്ര യൂസേഴ്സിന് വേണമെങ്കിലും ഇതിൻ്റെ സർവീസ് ആക്സസ് ചെയ്യാൻ സാധിക്കണം. ഒരേ സമയം എത്ര മർച്ചൻസ് വന്നാലും അല്ലെങ്കിൽ എത്ര കസ്റ്റമേഴ്സ് വന്നാലും ഒരു കുഴപ്പവും കൂടാതെ ഈ പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കണം. നിലവിൽ ഒരു പ്രോബ്ലവും കൂടാതെ ഈ പേയ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതുപോലായിരിക്കണം ആയിരക്കണക്കിന് കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് മർച്ചൻസോ വന്നാലും. ഇങ്ങനെ സ്മൂത്തായി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം സ്കെയിലബിൾ ആണെന്ന് പറയുവാൻ സാധിക്കുന്നത്. The payment infrastructure must support multiple servers distributed across the network. അടുത്തത് anonymity.
ഒരു കസ്റ്റമറുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ വേറെ ആർക്കും ലഭിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഐഡൻറ്റിറ്റിയും മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ അനോണിമിറ്റി മസ്റ്റാണ്. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഇൻഫോർമേഷൻ വളരെ വാല്യുബിൾ ആയിരിക്കണം. അപ്പം ഇതുവരെ പറഞ്ഞ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെക്യൂരിറ്റി, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി, അനോണിമിറ്റി. അടുത്തത് അക്സെപ്റ്റബിലിറ്റി. കോംപ്ലക്സ് ആയ വർക്കിംഗ് പാറ്റേണിലാണ് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആരും യൂസ് ചെയ്യത്തില്ല. അത് ഉപയോഗിക്കാനുള്ള കോംപ്ലക്സിറ്റി എപ്പോഴും എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് അക്സെപ്റ്റൻസ് ഈ സിസ്റ്റത്തിന് ലഭിക്കില്ല. എന്നാൽ മികച്ച ടെക്നോളജിയും വളരെ യൂസർ ഫ്രണ്ട്ലി ആയി ഉപയോഗിക്കാൻ പറ്റുന്നതുമായ സിസ്റ്റമാണ് എങ്കിൽ എന്തായിരിക്കും? അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സിമ്പിളായി ഡിസൈൻ ചെയ്തെങ്കിൽ മാത്രമേ സാധാരണ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം അക്സെപ്റ്റബിലിറ്റി ഉള്ളതായിരിക്കണം. അടുത്തത് കസ്റ്റമർ ബേസ്. കസ്റ്റമർ ബേസ് എപ്പോഴും അക്സെപ്റ്റബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യൂസർ ഫ്രണ്ട്ലി ആയാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ധാരാളം കസ്റ്റമേഴ്സ് അത് ഉപയോഗിക്കാം. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം അതൊരു അക്സെപ്റ്റബിൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ആണെന്ന്. ഒരു കസ്റ്റമറുടെ ബേസിൽ നിന്ന് തിങ്ക് ചെയ്ത് വേണം സിസ്റ്റം എന്ത് ചെയ്യാൻ? ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അടുത്തത് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ മീൻസ് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഏത് സമയത്തും നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് നടത്തുവാൻ പറ്റുന്നു. 24/7 സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം നമുക്ക് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ. അടുത്തത് കൺവേർട്ടിബിലിറ്റി. There are number of payment instruments such as credit card, debit card, smart card, etc. Different parties may select different instruments to make payment. In such a situation, funds represented by one mechanism converted into funds represented by other mechanisms. അതായത് ഒരു മെക്കാനിസം റെപ്രസെൻ്റ് ചെയ്യുന്ന ഫണ്ടുകൾ മറ്റുള്ളവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫണ്ടുകളുമായി എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് സ്വിച്ച് ചെയ്യുവാൻ സാധിക്കണം. ഇതുവരെ പറഞ്ഞ 8 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ സെക്യൂരിറ്റി, സെക്കൻഡ് വൺ റിലയബിലിറ്റി, തേർഡ് വൺ സ്കെയിലബിലിറ്റി, ഫോർത്ത് വൺ അനോണിമിറ്റി, ഫിഫ്ത്ത് വൺ അക്സെപ്റ്റബിലിറ്റി, സിക്സ്ത് വൺ കസ്റ്റമർ ബേസ്, സെവൻത് വൺ ഫ്ലെക്സിബിലിറ്റി, എയ്ത്ത് വൺ കൺവേർട്ടബിലിറ്റി. അടുത്തത് എഫിഷ്യൻസി. ചെറിയ ഫണ്ടായാലും അതുപോലെ തന്നെ വലിയ ഫണ്ടായാലും നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് വലുതായാലും ചെറുതായാലും നല്ല രീതിയിൽ ആ സിസ്റ്റം എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അത്തരത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നാം എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. ഒരേ സമയം എല്ലാ കാര്യങ്ങളും പ്രോബ്ലംസ് ഒന്നും കൂടാതെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എഫിഷ്യൻറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. അടുത്തത് ഈസ് ഓഫ് ഇൻ്റഗ്രേഷൻ. നിലവിലുള്ള പേയ്മെൻറ്റ് സിസ്റ്റത്തെ യൂസർക്ക് ആവശ്യമായ രീതിയിൽ മാറ്റുവാനോ അല്ലെങ്കിൽ ഒരു യൂസറിൻ്റെ ആവശ്യമുള്ള പ്ലാറ്റ്ഫോമിലേക്ക് അത് മാറ്റുവാനോ സാധിക്കുന്നു. ഇതിനെയാണ് നാം ഈസ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഈസ് ഓഫ് യൂസ്. വളരെ എളുപ്പം കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ നല്ല യൂസർ ഫ്രണ്ട്ലിയുമായിരിക്കണം. അത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അത് ഈസ് ഓഫ് യൂസ് ഉള്ള ഒരു സിസ്റ്റം ആണെന്ന്.
അപ്പം വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി, അനോണിമിറ്റി, അക്സെപ്റ്റബിലിറ്റി, കസ്റ്റമർ ബേസ്, ഫ്ലെക്സിബിലിറ്റി, കൺവേർട്ടബിലിറ്റി, എഫിഷ്യൻസി, ഈസ് ഓഫ് ഇൻ്റഗ്രേഷൻ, ഈസ് ഓഫ് യൂസ്. ഇതുവരെ നമ്മൾ നോക്കിയത് എന്താണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ടു ട്രാൻസ്ഫർ മണി ഓവർ ദ ഇൻ്റർനെറ്റ്. Also, it helps the customers or user to make online payment for their shopping. 4 മാർക്സിനും അതുപോലെ തന്നെ എസ്സേയുടെ സപ്പാർട്ടായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും പഠിക്കുക. താങ്ക് യു.